വെൽക്കം ബാക്ക് മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി നോക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇതോട് താങ്ക്സ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. എല്ലാവരും നന്നായി പഠിക്കണം. 7-8 ഫസ്റ്റ് പാർട്ട്. Vector A is equal to 2i cap plus 3j plus 2k cap. Vector B is equal to I cap plus 2j cap plus k cap. A plus B അല്ലേ? A plus B എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഡ് ചെയ്യുക. Vector A plus vector B is equal to 2 plus 1 3i 5j plus 3k. B part. Projection of A on B. Formula എന്താ? A dot B by mod B. Projection of vector A on vector B. A dot B by mod B. അപ്പോൾ ഓൺ കഴിഞ്ഞിട്ടുള്ള വെക്ടർ ഏതാണോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിനോമിനേറ്ററിൽ എഴുതുക. ഏതൊക്കെ വെക്ടേഴ്സ് ആണോ നമുക്ക് പ്രൊജക്ഷൻ എയുടെ എയും ബി അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് ന്യൂമറേറ്ററിൽ. 2 × 1 ഐയുടെ കോഎഫിഷ്യൻ്റ് ഒന്ന് ഇൻറ്റു ചെയ്യുക പ്ലസ് 3 × 2 പ്ലസ് 2 × 1 ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1² plus 2² plus 1². That is 10/√6. വെക്ടറിൽ നിന്ന് ഇതേപോലെ കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസിന് ചോദിക്കാം. എ ഈസ് ഈക്വൽ ടു സിമിലർ ക്വസ്റ്റ്യൻ പ്രൊജക്ഷൻ ചോദിച്ചു. അതേപോലെ എ 1 2 4 ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. ബി 2 - 1 3 ആർ 2 പോയിന്റ്സ്. ഫൈൻഡ് വെക്ടർ എ ബി. ഫസ്റ്റ് പാർട്ട് വെക്ടർ എ ബി കാണണം. നമുക്കറിയാം വെക്ടർ എ ബി എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ വെക്ടർ ഓഫ് ബി. രണ്ടാമത്തെ ലെറ്റർ ഏതാ? ബി. പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി. ഇനി സിമിലറിന് എഴുതുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയറിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആനുവലിന് അതിൻ്റെ മോഡലിന് ചോദിച്ച അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ 2 - 1 ഇങ്ങനെ മൈനസ് ചെയ്യുക. 2 - 1 × I cap പ്ലസ് -1 - 2 × j cap plus 3 - 4 × k cap. 2 - 1 1 × I cap minus 3 j cap minus k cap. ഇനി സെക്കൻഡ് പാർട്ട്. ഫൈൻഡ് യൂണിറ്റ് വെക്ടർ along. Find unit vector along AB. Unit vector along AB. യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ്? അതിന് എ ക്യാപ്പ് കാണാൻ വെക്ടർ എ ബൈ മോഡ് ഐ മൈനസ് 3j മൈനസ് k ബൈ റൂട്ട് ഓഫ് 1² plus -3² plus -1². 1 plus 9 plus 1 by root 1 by root within the bracket I minus 3j minus k. Next question. A die is thrown 2 times. A appeared at least one. A event എന്താണ്? The number 4 is appeared at least once. 4 എന്ന് പറഞ്ഞ നമ്പർ കുറഞ്ഞത് ഒരു തവണയെങ്കിലും അപ്പിയർ ചെയ്യണം. ഇപ്പം നമുക്കറിയാം 2 ഡൈസ് ആണ് ത്രോ ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്ര 4 വരെ വരാം? 1 4 2 4. ഇപ്പോൾ 3 ഡൈസ് ആയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 4 2 4 3 4. ഇവിടെ ബി അറ്റ്ലീസ്റ്റ് 1 4. എല്ലാവരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, അതൊന്ന് അറ്റ്ലീസ്റ്റ് 1 4. ഇവിടെ ഏതൊക്കെ ഇവൻറ്റ്സ് വരാം? 1 4 2 4. ഓടെ പേസ് ഏതൊക്കെ വരാം? 3 4 4 4 5 4 6 4.
ഇവിടെ 2 4 വരെ വരാം. ഇനി എല്ലാം റിവേഴ്സ് വരാം. 4 6 വരാം, 4 5, പിന്നെ 4 4 തിരിച്ചാൽ 4 3 4 2 4 1. നമുക്ക് 1 to 6 ഏത് നമ്പറും അറ്റ്ലീസ്റ്റ് 1 ടൈം ചോദിച്ചാൽ 11 ഔട്ട്കംസേ വരത്തുള്ളൂ. കാരണം ഇത് തിരിച്ചാലും അത് തന്നെയാണ്, അതുകൊണ്ടാണ് 12 വരാത്തത്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഡൈ ഷോസ് 6 എന്നായിരുന്നെങ്കിലോ 1 6 2 6 3 6 അങ്ങനെ വരും. അത് 11 ടൈംസ് വരും. ഇനി ബി എന്ന് പറയുന്ന ഈവൻ്റ് ഏതൊക്കെ വരാം? സം 5 കിട്ടുന്നത് 1 4 4 1 2 3 3. A intersection 1 4 4 ഉള്ളത്. We have to find P of A given B. So P of A എഴുതി, P of B എഴുതി, P of A intersection. P of A given B. A given B എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ A intersection B. ഇവിടെ given കഴിഞ്ഞിട്ട് ഏതാണ് വെക്ടർ B? ഇതിൻ്റെ പ്രോബിലിറ്റി ഏത്? 2 ഡൈസ് ആകുമ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 6 × 6 36. A intersection B 2 by 36 by 1 2 3 4 by 36. 36 36 cancel. That is 1 by 2. സിമിലറായിട്ട് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് കേസിൽ 2 ഡൈസ് ആ ത്രോ. എ ഡൈസ്, എ എന്ന് പറയുന്ന ഇവൻ്റ് ഫസ്റ്റ് ഡൈ ഓഡ് ഓൺ ദ ഫസ്റ്റ് ത്രോ. 2 ഡൈസ് ആ ത്രോ ഓഡ് ഓൺ ദി ഫസ്റ്റ് ത്രോ. ബി ഈവൻ odd on the second throw. സെക്കൻഡ് നമുക്ക് ഓഡ് കിട്ടണം. ക്വസ്റ്റ്യൻ ഇതാണ്, ചെക്ക് വെദർ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഓർ നോട്ട്. ഇതിൽ എ എന്ന് പറയുന്ന ഇവൻ്റ് എന്ത് വരാം? 1 1. ഫസ്റ്റ് എന്തായാലും ഓഡായിരിക്കണം അല്ലേ? 1 1 1 അങ്ങനെ 1 6 വരെ വരാം. 3 1 എക്സെട്ര 3 6 5 1 5 2 എക്സെട്ര 5 6 6 6 6. P of A എത്ര കിട്ടും? 18 by 36. 1 1 1 2 1 3 1 4 അങ്ങനെ 1 6 അതേപോലെ. ബി ഓഡ് ഓൺ ദ സെക്കൻഡ്. നമുക്ക് മസ്റ്റ് ഓഡോ ഈവനോ നമുക്ക് പ്രശ്നമാണ്. പക്ഷെ എന്തായിരിക്കണം? സെക്കൻഡ് ഈവനായി ഓഡായിരിക്കണം അല്ലേ? ബി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം? 1 1 1 3 1 5 2 1 2 3 2 5 3 1 3 3 3 5 4 1 4 3 4 5 4 5 1 5 3 5 5 6 1. ഇങ്ങനെ നമുക്ക് ഏതുവരെ വരെ എഴുതാം? 6 1 6 3 6 5. 3 × 6 8. P of B is equal to 18 by 36. ഇനി A intersection B. A എന്ന് പറയുന്നത് എന്താ? ഓഡ് ഓൺ ദ ഫസ്റ്റ് ത്രോ. ബി ഓഫ് ഓഡ് ഓൺ ദ സെക്കൻഡ് ത്രോ. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് നോക്കിയേ. ഫസ്റ്റിലും ഓടായിരിക്കണം, സെക്കൻഡിലും ഓഡ് ഓൺ ബോത്ത് അല്ലേ? 1 1 1 3. A intersection B ഏതൊക്കെ വരാം? രണ്ട് ഓടായിരിക്കണം. 1 1 1 3 1 5 3 1 3 3 3 5 5 1 5 3 5 5 3 3 3 9. So P of A intersection B is equal to 9 by 36. That is equal to 1 by 4. ഇനി എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്? P of A into P of B is equal to P of A intersection B. നമുക്ക് ചെക്ക് ചെയ്യാം. P of A into P of B 1 by 2 into 1 by 2 that is equal to 1 by 4. That is P of A intersection B. Therefore A and B are independent. Therefore A and B are independent.
f from R to R. f of x is equal to x cube is injective. Injective എന്ന് പറഞ്ഞാൽ 1 f of x1 is equal to f of x2 implies x1 cube is equal to x2 cube. That is x1 cube minus x2 cube is equal to 0. നിങ്ങൾ ഈ ഒരു ഐഡൻറ്റിറ്റി ഒന്ന് നോക്കിക്കോണം. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. a cube minus b cube form x1 minus x2 into x1 square plus x1 x2 plus x2 square. x1 square x2 square പോസിറ്റീവ് ആണ് അല്ലേ, എഫ് സ്ക്വയർ ആണ്. x1 x2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വരും, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്. സം ഓഫ് 3 പോസിറ്റീവ് നമ്പേഴ്സ് ഒരിക്കലും 0 വരത്തില്ല. പക്ഷെ നമുക്ക് പ്രോഡക്റ്റ് 0 കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, x1 minus x2 0. x1 minus x2 0 കിട്ടണമെങ്കിലോ x1 is equal to x2. എന്ത് കിട്ടി, f of x1 is equal to f of x2 implies x1 is equal to x2. Therefore f is injective. Injective എന്ന് പറഞ്ഞാൽ 1. Second, 9th second part. F from A cross B to B cross A. F of A comma B is equal to BA. 1 and bond. F of A1 B1 is equal to F of A2 B2. എഫ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ വന്നിരിക്കുന്ന കണ്ടീഷൻ, ബി എ. ദാറ്റ് ഈസ് B1 A1 B2 A2. നമുക്കൊരു ഓർഡേഡ് പെയർ ഈക്വൽ ആകണമെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റിനോട് ഈക്വൽ ആകണം, വൈ കോർഡിനേറ്റിനോട് ഈക്വൽ ആകണം അല്ലേ. B1 ഈസ് ഈക്വൽ ടു B2 A1 ഈസ് ഈക്വൽ ടു A2. അതിൽ നമുക്ക് എന്ത് എഴുതാം, A1 B1 is equal to A2 B2. Okay, f of x1 is equal to f of x2 implies x1 is equal to x2. അതേപോലെ ഇവിടെ കോർഡിനേറ്റ് പെയർ ആണ് അല്ലേ. f of A1 B1 is equal to f of A2 B2. We get A1 B1 is equal to A2. Therefore f is 1. ഇനി നമുക്ക് on to prove ചെയ്യാം. Let B A element B cross A. B A element A cross A. അപ്പോൾ B എന്ന് പറയുന്നത് ബിയിലാണ് അല്ലേ, എ എന്ന് പറയുന്നത് എയിലാണ്. നമുക്ക് എന്താ എഴുതാം, എ ക്രോസ് എ ബി എവിടെയായിരിക്കും, എ ക്രോസ് ബി ഉണ്ടല്ലോ, എയിലുണ്ട് ബി ബിയിലുണ്ടെങ്കിൽ എ ബി എവിടെ ഉണ്ടായിരിക്കണം, എ ക്രോസ് ബി. ബി എ element B cross A. We get AB element A cross B. Therefore, for all B element or all BA element B cross A, there exists AB element A cross B. So B cross A യുടെ ഏതൊരു ഓർഡേഡ് പെയർ എടുത്താലും അതിൻ്റെ പ്രീ ഇമേജ് എവിടെയുണ്ട്, A cross B യിലുണ്ട് അല്ലേ. Therefore f is 1 2. So f is 1 1 and 1. Similar ആയിട്ട് f of x is equal to 3x plus 2. f from n to n. ഈ വേർഡ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. r to r ആണോ, n to n ആണോ, w to w ആണോ, നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ. ഇത് 1 1 1 2 ചോദിച്ചാൽ f of x1 is equal to f of x2 implies 3x1 plus 2.
3x2 plus 2. 2 cancel. Plus 2 वरे side 2 cancel. Dividing both by 3. Therefore, f is 1. Let 5 is an element of F. So, not what a 5 6. On to check here. 3x plus 2 is equal to 6. 3x 4. X is equal to 4 by 3. Now, 6 natural number. That's why pre-image is 4 by 3 is a natural number. Therefore, f is not 4. Question number 10. Sum of a symmetric and skew symmetric question. 10 ISCQ, CBCQ, A is equal to sum of a symmetric and skew symmetric. Matrix in a pair, transpose add and subtract 3 minus 1 minus 2 minus 2 1 minus 4 minus 5 2. First row, first column 3 minus 1. Second row, second column. Third row, third column. P is equal to half into a plus a dash. Half into 3 plus 3 6. 3 plus minus 2 1. Minus 1 minus 4 minus 5 1. Minus 4 1 plus minus 5 minus 4 plus minus 1 minus 4 4. First row third column and the minus 5. So then you can third row first column. Check half. P dash is equal to P. Therefore, P is symmetric. The transpose Q in the matrix half into A minus A dash. 3 minus 3. 0. 3 minus minus 2 5. Minus 1 minus minus 4. Positive 3. Minus 5. 0. 6. Minus 3 minus 6 0. Skew symmetric matrix diagonal elements are 0. That's 1 mark. The main diagonal elements of a skew symmetric matrix are dash 0s. Half out of A is equal to P plus Q. Q dash minus Q. Therefore, Q is skew symmetric. A is equal to P plus Q. 3 1 by 2 minus 5 by 2 1 by 2 minus 2 minus 2 minus 5 by 2 minus 2 0 5 by 2 3 by 2 minus 5 by 2 0 3 minus 3 by 2 minus 3. Add 8. F of x is equal to log x. Now option f dash x. Logarithm is defined for only positive numbers. F dash x is equal to 1 by x, that is greater than 0. Therefore, log x is the function.
Logarithm is defined for only positive numbers. F dash x എന്താണ് 1/x greater than 0. So it is an increasing function. Increasing function. ഞാൻ ഓപ്ഷൻസ് എല്ലാം ഇവിടെ എഴുതിയിട്ടില്ല. ഇതേപോലെ ചോദിക്കാൻ പറ്റിയ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. എഫ് ഡാഷ് എക്സ് എന്താ? ഇ റൈസ് ടു എക്സ്. ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. ഇറ്റ് ഈസ് ആൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. സെക്കൻഡ് പാർട്ട്. A circular disc of 3 cm increasing at the rate of റേഡിയസിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട് dr/dt 0.05 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ സർക്കിളാണ്. നമുക്ക് ഏതിൻ്റെ ഇത് കാണണം? ഏരിയൻ്റെ. ആ ഫോർമുല അപ്ലൈ ചെയ്യുക. ഏരിയ ഈസ് ഈക്വൽ ടു πr², ഏരിയ ഓഫ് എ സർക്കിൾ. r ഈസ് ഈക്വൽ ടു 3.2. സോ ഏരിയ dA/dt pi into 2r into dr/dt. pi 3.14 into 2 into r 3.2 0.05. 2 into 0.05 0.1. 5 2 into 0.05 0.1 0.3 centimeter square per second. ഏരിയ ആണെങ്കിൽ cm² per second. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ വോളിയം ഓഫ് എ ക്യൂബ്, അതിൻ്റെ റേറ്റ് ചോദിച്ചാൽ v is equal to x³ dv/dt 3x² into dx/dt. എന്താണെന്ന് ചോദിച്ചിട്ട് ആ ഫോർമുല അപ്ലൈ ചെയ്യും. ഇപ്പോൾ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ആണെങ്കിൽ dc/dt. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ ഇതായിട്ട് നമുക്ക് എന്താണോ കാണേണ്ടത് അതിനനുസരിച്ച് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ. x²/25 ellipse equation x²/25 plus y²/16 is equal to 1. 25 root 5. This is 5. 4 portions ഒരുപോലെയാണ്. y²/16 is equal to 1 minus x²/25. 25 minus x²/25. So y is equal to 16/25. root 4/5. Area is equal to 4 into 4 portions ഒരുപോലെയാണ്. 4 into x changes from 0 to 5. നമ്മൾ എക്സിൻ്റെ ലിമിറ്റ് എഴുതുന്നു. ഇവിടെ dx എഴുതുക, ഇവിടെ y കീപ്പിക്കുക വാല്യൂ. Zero to 5. 4/5 into root of 25 minus x². That is 4 into 25 minus x². Formula root of a² minus x² 4. x²/2 into root of a² minus x² plus a²/2 sin inverse x/a. x/2 into root of a² minus x² plus a²/2 sin inverse x/a plus c. ഇവിടെ 4 into 4/5 x/2 into root of 25 minus x² plus x²/2 sin inverse ഇവിടെ ഏത് സ്ഥാനത്തുണ്ട്? 5. ഇതിൻ്റെ ലിമിറ്റ് 0 to 5. 16/5 into 5 കൊടുക്കുമ്പോൾ 0. 25/2 into sin inverse 1 5/2 minus 0 into any number 0 sin inverse 0.
4 16 cancel 5 cancel 25 സ്ക്വയർ യൂണിറ്റ്സ്. നമുക്കറിയാം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ അല്ലെ. അപ്പോൾ എലിപ്സിൻ്റെ ഏരിയ നമ്മൾ ചെയ്തിട്ട് നമുക്ക് എത്ര കിട്ടി? 25. ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 61, എ 5 ബി 4, 5 ഇൻറ്റു 5 ഇൻറ്റു 4 20. ഏരിയ ഓഫ് എലിപ്സ് എന്താണ്? പൈ എ ബി. നമുക്ക് ഇതിൽ നിന്ന് സെക്കൻഡ് ഡെഡ്യൂസ് ദ ഏരിയ ഓഫ് ബി പാർട്ട്. നമുക്ക് ഏരിയ എത്ര കിട്ടി? 5 ഇൻറ്റു 5 ഇൻറ്റു 4 ദാറ്റ് ഈസ് 25. ഇങ്ങനെ അപ്പം നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 25 ഇതിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്യാനുണ്ട്. ഡിവൈഡിങ് ഈച്ച് ടേം ബൈ 25. ഇവിടെ എത്ര? 5. ബി നമുക്ക് 5 ആയിട്ട് എടുക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 5 ഇൻറ്റു ഇവിടെ 4 വരെ ഇവിടെ എന്ത് വരും? 5. ദാറ്റ് ഈസ് 25 പൈ സ്ക്വയർ യൂണിറ്റ്സ്. ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിലിടാം. എല്ലാവരും ചെയ്ത് പഠിക്കുക. ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു.